ഞാനായിട്ട് ഒരുപാട് അടുത്ത ബന്ധമുണ്ട്. നമുക്ക് പറഞ്ഞ സലാമെന്നുള്ള സിനിമയിൽ ഇവിടെ ചാലക്കുടിയിൽ ആ സമയത്ത് ഞാനും ലോഹിദാസും കൂടി സിനിമ ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് കഥയുടെ ഒരു ഏകദേശ ധാരണയ്ക്കുള്ളൂ. കഥാപാത്രങ്ങളൊന്നും ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. ഒരു കഥ, ചെറിയ കൊച്ചു കഥ പറയുന്നത് മാത്രമേ. ആ സമയത്താണ് ചാലക്കുടി ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂളിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു സ്റ്റേറ്റ് റാലി നടക്കുന്നത്. ഞാനും അതിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ സുഭാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലോഹിദാസിനെ ഒരു ദിവസം ക്യാമ്പ് ഫയറിന് കൊണ്ടുവരുന്നു. എൻ്റെയും ചേട്ടൻ്റെയും സുഹൃത്താണ് ലോഹിദാസ്. അപ്പോൾ ലോഹി വന്ന ക്യാമ്പ് ഫയറിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറയാൻ വേണ്ടി നിൽക്കുകയാണ്, അത് തുടങ്ങിയിട്ടില്ല. അപ്പം അതിനുമുമ്പ് ആരെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാളൊരു മിമിക്രി കാണിക്കാനൊരു സമയം ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ പറ്റുമോ എന്നുള്ളതാണ്. സാധാരണ ക്യാമ്പ് ഫയറിൽ അങ്ങനെയൊന്നും അനുവദിക്കാറില്ല. പറഞ്ഞുള്ള ഒരു കലാകാരൻ്റെ പ്രകടനങ്ങൾ കാണിക്കാനായിട്ട് അവിടെ ഒന്നും അവസരമില്ല. അവിടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ വിളിക്കുന്ന ഒരു ഗസ്റ്റ് എന്നതിലപ്പുറം വേറെ പുറങ്ങുന്നൊരു കലാകാരനോട് കലാപരിപാടി ഇവിടെ സാധാരണ ക്യാമ്പ് ഫയർ സംഭവിക്കാറില്ല. അപ്പം എൻ്റെ ജ്യേഷ്ഠ സുഭാഷിന് ഈ മണീനെ അറിയാം. എനിക്കങ്ങനെ നേരിട്ട് പരിചയമില്ല. അപ്പം ഇങ്ങനെ മണിയുടെ ആണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും താല്പര്യം എന്നൊക്കെ അവർ മിമിക്രി കാണാം എന്നുള്ള ഇതിൽ എല്ലാവരും പറയുകയും നമ്മൾ തുടങ്ങി കഴിഞ്ഞ് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ ലോഹിക്കും എൻ്റെ സ്റ്റേജിലേക്ക് ബാക്കിൽ ആരും അറിയാത്ത ഭാഗത്തുനിന്ന് സിഗരറ്റൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ചാലക്കുടി ഹൈസ്കൂളിൽ ചെറിയൊരു സ്റ്റേജ് ഉണ്ട്, സിമിലോണ്ട് കെട്ടിയ സ്റ്റേജ്. അതിലേക്ക് ഇയാൾ കയറുന്നത് ഞാൻ കാണുന്നത്. എനിക്ക് ഒരു കാലത്ത് മണീനെ കണ്ടിരുന്നൊക്കെ ഇപ്പോൾ ഇവിടെയുള്ള ജോലിക്കും ബിജു ചാലക്കുടിക്കും ഒക്കെ അറിയാം. ഒരു കറുത്ത പാൻറ്റും ചുവന്ന ഷർട്ടുമാണ്. ആ വേഷത്തിലാണ് അയാൾ സ്റ്റേജിൽ കയറിയത്. ഒരു മിമിക്രി കാണുന്ന ഈ നസീറിൻ്റെ മധുവിൻ്റെ ഒക്കെ വോയിസ് എടുക്കുന്നു എന്നൊക്കെ ധരിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ പറയാൻ അലസമായിട്ടാണ് ഇത് കേട്ടോണ്ടിയത്. കുറച്ച് കഴിഞ്ഞാൽ പോകാം എന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ തുടങ്ങിയത് ഈ ശബ്ദങ്ങളൊന്നുമല്ല, നടന്മാരുടെയോ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദങ്ങൾ അനുകരിച്ചിട്ടുള്ള പരിപാടി ആയിരുന്നില്ല. മൃഗങ്ങളുടെ ശബ്ദങ്ങൾ, അതിൻ്റെ ചേഷ്ടകൾ, കുരങ്ങ്, ഡിനോസർ, ആന, അങ്ങനെ തുടങ്ങി നമ്മളിതുവരെ കാണാത്ത ഒരുപാട് കാഴ്ചകളാണ്, വിഷ്വൽസാണ് അയാൾ കാണിച്ചത്, ശബ്ദം മാത്രമല്ല. അത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ചു. ഞങ്ങളത് തീരുന്നവരോട് നിന്നു. പോകുന്നതിന് ശേഷം എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ലോഹിയൊന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അപ്പം ലോഹിയുടെ ഇതുപോലെ നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാം. അപ്പം അങ്ങനെ കഥാപാത്രം ചെറുക്കാരൻ രാജപ്പനൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പിന്നീട് ഡിസ്കഷൻ നടന്ന് ഇങ്ങനെ കഥാപാത്രം ജൂനിയർ സ്റ്റാർസ് ആവുന്നു, രാധയാവുന്നു, ചന്ദ്രേട്ടനാവുന്നു, പത്മിനി ചേച്ചിയാവുന്നു. ഇങ്ങനെ വന്നപ്പോഴാണ് ചെറുക്കാരൻ രാജപ്പൻ എന്ന് പറഞ്ഞൊരു വേഷം. അത് നമ്മളൊന്ന് നമ്മുടെ കക്ഷിനെ വിളിക്കാം. അപ്പം എനിക്ക് അതിൻ്റെ ഫോൺ നമ്പറും ഇല്ല. എൻ്റെ ജ്യേഷ്ഠനെ അറിയാം, അയാളുടെ വീട് ചേനത്താറിൽ, സുഭാഷിനെ അറിയാം. അപ്പം ചേട്ടനെ വിളിക്കുന്നു. അയാളോട് സ്വർണ്ണ TV-യിൽ ആണ് ഞാൻ എഴുതിയിരിക്കുന്ന കഥാ ചർച്ചകളുമായിട്ട് അവിടെ വരാൻ പറയുന്നു. പിറ്റേ ദിവസം തന്നെ ആളെത്തി. പെട്ടെന്ന് നമസ്കാരമൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ സ്വർണ്ണ TV-യിലെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ടെറസ് ഉണ്ട്, അവിടെ ഇരിക്കുക. ചായ കുടിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നപ്പോൾ അതിനുമുമ്പ് ഞാൻ മണിക്ക് ഒരു വേഷം കൊടുത്ത് ഞാൻ സിബി മലയിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് സിബി മലയിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ഞാൻ. അക്ഷരം എന്നുള്ള സിനിമയിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ വേഷം, അത് സുരേഷ് ഗോപിയായിട്ടുള്ള കോമ്പിനേഷനാണ്. ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ വേണം ആ സീൻ ഷൂട്ട് ചെയ്യാൻ. കാരണം അതിൽ ഡയറക്ടർ ഉണ്ടാവില്ല. അപ്പോൾ ഡയലോഗൊക്കെ പറഞ്ഞു കൊടുത്ത് ക്യാമറ ഓൺ ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ്. ഓൺ ചെയ്തിട്ട് ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബാക്കപ്പ് ഗ്രിപ്പ് എന്നൊരു സംവിധാനത്തിൽ ക്യാമറ ഘടിപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ ഷോട്ട് കഴിയുന്ന ലെങ്ത് കഴിയുമ്പോൾ സുരേഷ് ഗോപി ഓഫ് ചെയ്യും. അങ്ങനെ 3 ടേക്ക് എടുത്തു. അപ്പോൾ ഇത് എടുക്കാൻ നേരത്തെ അതിൽ മണി പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനാണ് സിംസാർ പറഞ്ഞു നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സീൻ എടുക്കണം. അപ്പം നമ്മൾ പരിചയത്തിൽ ഫോട്ടോ തന്നിട്ടുള്ള ആരെങ്കിലും നടന്മാർ ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയുന്ന ആൾക്കാർ വേണം, കാരണം ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണം. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പലപ്പോഴും പറയാനൊരു മിമിക്രി കലാകാരൻ, ഈ കലാകാരനെ പറ്റി ഞങ്ങൾ ഇയാളെ വേണമെങ്കിൽ ഒരു വേഷം കൊടുക്കാം, അയാൾ അഭിനയിക്കുന്ന ആളാണല്ലോ, അയാൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയും എന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു അവന് ഓട്ടോറിക്ഷ ഓടിക്കലാണ് ഇവിടെ പണി. എന്നാൽ അയാളോട് മറ്റന്നാൾ വരാൻ പറയുന്നുണ്ട്. എറണാകുളത്തുള്ള BTH ഹോട്ടലിൻ്റെ ബാക്കിലുള്ള ഒഴിഞ്ഞ റൂട്ടിലാണ് ഷൂട്ടിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഷൂട്ടിങ്ങിന് കാര്യങ്ങൾ സജ്ജീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തി. അതിൻ്റെ ബാക്കിയുള്ള കാര്യം സിബി സാറും സുരേഷ് ഗോപി എത്തിയിട്ടില്ല. അവർ BTHലുണ്ട്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു വരും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഒരു തുണിസഞ്ചിയുമായി മണി വരുന്നു. കുറ്റിമുടിയായിട്ടാണ് അയാൾ വന്നത്. അപ്പം
എന്നോട് പറഞ്ഞിങ്ങനെ സുഭാഷ് ഉടൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ പേരാണ് മണി, ഞാൻ മിമിക്രി ചെയ്യുന്നതാണ്. നമ്മൾ എനിക്ക് അറിയാം, ഇരിക്കും, കാപ്പി കഴിച്ചാൽ അങ്ങനെ സിബി മലയിൽ വരുന്നു, സുരേഷ് ഗോപി വരുന്നു, ക്യാമറ വരുന്നു, എൻ്റെ ഓട്ടോറിക്ഷ വരുന്നു. ഓട്ടോറിക്ഷയിൽ ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നു. ഫിക്സ് ചെയ്തിട്ട് ഫിക്സ് ആവുന്നില്ല. കാരണം അത് ബജാജ് ഓട്ടോ ആയതുകൊണ്ട് അതിൻ്റെ ഈ സൈഡിലെ സ്റ്റെം വളരെ ഗെയിനാണ്. ആ ഓട്ടോറിക്ഷയുടെ നമ്മൾ വാടകയ്ക്ക് എടുത്ത ഓട്ടോറിക്ഷയുടെ ഇത് ഗ്രിപ്പ്, വാക്യൂം ഗ്രിപ്പ് ആയിട്ട് ഫിക്സ് ആവുന്നില്ല. അപ്പോൾ സാർ പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്ഥലം കിട്ടിയാൽ നമുക്ക് മറ്റേ സൈഡിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇയാളുടെ മുഖം ആകെയുണ്ട് സങ്കടമായി. കാരണം സുരേഷ് ഗോപിയുടെ കൂടെ അപ്പം ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കാര്യം, ചാലക്കുടിയിലായാലും എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും അഭിനയിക്കുന്ന ആൾക്കാരെ സിനിമയിൽ ഞാൻ മുഖേന വരുന്നുണ്ടെങ്കിൽ ആ സീൻ എഡിറ്റിങ്ങിൽ കട്ട് ചെയ്ത് പോവില്ല എന്ന് ഉറപ്പുള്ള സീനിൽ മാത്രം അഭിനയിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഇവിടെ നടക്കും വേണമല്ലോ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ചേട്ടൻ 2-3 പ്രാവശ്യം ഇത് ഉറപ്പായിട്ട് ഇതിൽ സിനിമയിലുണ്ട്. ഞാൻ സിനിമയിലുണ്ട്, ഉറപ്പാണ്, എനിക്കറിയാം, ഞാൻ എൻ്റെ അസോസിയേറ്റാണ്. അപ്പോൾ അന്ന് ഇയാൾ മുഖക്കാകെ വിളറി സാറേ ഞാൻ എന്നാണെന്ന് ഞാൻ എന്നാണെനിക്കറിയില്ല, ഞാൻ സുഭാഷിനെ വിളിച്ച് പറയാം, എന്നാന്നുള്ള 2 ദിവസം വിളിച്ച് പറയാം. അപ്പോൾ അയാളൊന്ന് സമുദായം എന്നുള്ള അമ്പിളി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആർട്ട് എക്സിബിഷൻ നടത്താൻ അമ്പിളി എന്ന് പറഞ്ഞാൽ ഞാൻ അമ്പിളി ചേട്ടൻ എന്ന് വിളിക്കുന്ന സംവിധായകൻ്റെ സമുദായം എന്നുള്ള പടത്തിൽ ചെറു വേഷം ചെയ്ത് അതിനാണ് മുടി കുറ്റിമുടിയാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഏത് മുടിയാലും കുഴപ്പമില്ല, നിങ്ങൾ വരെ അഭിനയിക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാം, ഞാൻ വിളിച്ച് പറയാൻ പറഞ്ഞു. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം മറ്റേ പാലാരിവട്ടം ജംഗ്ഷനിലാണ് ഈ സീൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഭയങ്കര റഷും തിരക്കും. സുരേഷ് ഗോപി വന്നിറങ്ങുന്നു, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആൾക്കാരെ നിയന്ത്രിച്ച് പോലീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്നിട്ട് മൂലിക്ക് നിൽപ്പുണ്ട്, കാക്കി ഷർട്ടൊക്കെ ഇട്ട്, സാധാരണയുള്ള പോലെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഡയലോഗ് പഠിച്ചു, അസിസ്റ്റന്റ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ പഠിച്ചു. ഞാനൊരു ഒറ്റ ഷോട്ടിലാണ് 2 ആളുള്ള സുരേഷ് ഗോപി നിങ്ങളുള്ള ഒരു ഫ്രെയിമിലാണ് ഓട്ടോറിക്ഷ ഓടിച്ചു ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു ടേക്ക് 2 ഡയറക്ടർ ഉണ്ടാവില്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആരും ഉണ്ടാവില്ല. ഇത് സുരേഷ് ഗോപിയായിരിക്കും ഓൺ ചെയ്യുന്നത്, ഓഫ് ചെയ്യുന്നത്. സുരേഷ് ഗോപിയാണ് എവിടെയാണ് കട്ടിങ് പോയിന്റ് അയാൾ ഓഫ് ചെയ്തോളൂ. ഞങ്ങൾ പോകണം ഡയലോഗ് അയാൾ പഠിച്ചു. അപ്പോൾ നമ്മൾ അസിസ്റ്റന്റോട് കൗണ്ടർ ഡയലോഗ് സുരേഷ് ഗോപിയോട് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ കറക്റ്റായിട്ട് അയാൾ ഡയലോഗ് അറിയുന്നുണ്ട്. ഇതിൻ്റെ പ്രശ്നം, വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ഓടിക്കാൻ അറിയുന്നത് മാത്രമല്ല, അത് ഇടയ്ക്ക് തിരിഞ്ഞിട്ട് പാസഞ്ചറായിട്ട് ഇരിക്കുന്ന സുരേഷ് ഗോപിയോട് തിരിഞ്ഞ് ഡയലോഗ് പറയണം, വണ്ടി ഓടിക്കും വേണം. നല്ലൊരു ഡ്രൈവർക്ക് അത് പറ്റുള്ളൂ, നല്ലൊരു നടനും ആണെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉറപ്പാന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഓക്കെ, ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ക്യാമറ ഫിക്സ് ചെയ്തതിനു ശേഷം സുരേഷ് ഗോപി കയറുന്നു, സുരേഷ് ഗോപിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. ഈ മണി എന്ന് പറയുന്ന കലാമണി എന്ന് നമുക്കറിയില്ല, മണിയോട് സാറ് പറഞ്ഞു ഓക്കെ അല്ലേ, ഞാൻ ഓക്കെ. സ്റ്റാർട്ട് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഹാൻഡിൽ ഒടിഞ്ഞുകൊണ്ട് കയ്യിൽ പോയി. ഈ ബജാജ് ഓട്ടോറിക്ഷയുടെ ഹാൻഡിൽ കയ്യിൽ. മണി ഒരുപാട് സ്ഥലത്തും പറഞ്ഞിട്ടുള്ള, ഞാൻ പിന്നെ മണിയോട് പിന്നെ ഞാൻ പറഞ്ഞു, നീ ഒരു 1000 സ്റ്റേജിൽ പറഞ്ഞു, മേലിൽ അത് പറയണ്ട എന്ന് ഞാൻ പറഞ്ഞു. അത് ഒടിഞ്ഞ് കയ്യിൽ വന്നപ്പോൾ ആകെ ടെൻഷനായി, എനിക്കാകെ ടെൻഷനായി. കാരണം ഞാൻ കൊണ്ടുവന്ന ഒരാൾ ആ സീനൊന്ന് ഷൂട്ട് ചെയ്യണം, വേറെ പകരക്കാരനില്ല. അഭിനയിക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പക്ഷേ ഓട്ടോറിക്ഷ കൂടി ഓടിച്ചിട്ടും അഭിനയിക്കാൻ പറഞ്ഞിട്ട് പുഷ്കരമാണ്. എനിക്കാകെ ടെൻഷനായി. അപ്പോൾ ഞാൻ സാറ് തന്നെ നോക്കി. സിബി മലയിൽ നിന്നാണ് ഒരു മാന്യനായ ഒരു ഡയറക്ടറാണ്, അയാൾ ചീത്തയൊന്നും പറയില്ല, അതുകൊണ്ട് അദ്ദേഹം തന്നെ നോക്കി. ഞാൻ മണി വെച്ചാൽ മണി എന്ത് പണി കാണിച്ചു, സാർ അത് ഒടിഞ്ഞു പോകുന്നതാണ്, കുഴപ്പമില്ല, ഞാൻ കൈകൊണ്ട് കാണിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പോയി, എനിക്കറിയാം, ഹാൻഡിൽ വേണ്ട. അങ്ങനെ മെക്കാനിക്കും അറിയുന്ന ഒരാളാണ്. സാറിനോട് സാറിന് നോക്കാൻ തോന്നും. അയാൾ ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കാണിച്ചു, വണ്ടി ഓടിപ്പോയി. ഇവർ പാലാരിവട്ടം ജംഗ്ഷൻ തൊട്ട് കുറേ ദൂരം കഴിഞ്ഞിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുന്നില്ല. എനിക്കാകെ ടെൻഷനായി. കാരണം അയാൾ തിരിഞ്ഞ് ഡയലോഗ് പറയുമ്പോൾ വണ്ടി എവിടെ ചെന്ന് ഇടിച്ചോ, ട്രാഫിക്കിൽ ഇടിച്ചോ, സുരേഷ് ഗോപിയാണ് പിന്നിൽ, ഇയാൾക്കും അപകടം പറ്റാം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി ഇതേ സ്ഥലത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വിടുന്നു. 3 ടേക്ക് 4 ടേക്ക് 4 ഓക്കെ. അങ്ങനെ സുരേഷ് ഗോപി ആൾ മിടുക്കനാണ്. അങ്ങനെയാണ് മണിയായിട്ടുള്ള പരിചയം. പിന്നെ ഞാൻ പറഞ്ഞു വെച്ച ബാബയ്ക്ക് അവിടെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വന്നു. ഞാനൊരു അവിടെ കസേരയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ കയറി വന്നു. അന്ന് കണ്ട കാര്യമൊക്കെ പറഞ്ഞു, നിങ്ങൾ ചെയ്ത് നന്നായി എന്നൊക്കെ ലോഹി പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ആനയുടെ നടത്തൊക്കെ ഇഷ്ടമായി എന്നൊക്കെ ലോഹി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിലൊരു വേഷമുണ്ട്, നിങ്ങൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല, ഒരു കള്ളിയെത്തുകാരനാണ്. അപ്പോൾ സാർ എന്തെങ്കിലും പറയാനുള്ള ഡയലോഗ് തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. ഞാനൊന്നും ഇത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല.
കള്ളിയത്തേറാണ്. അപ്പോൾ ലോഹി പറഞ്ഞു താനൊന്ന് നടന്നു കാണിക്കുന്നു, അവിടെ നടന്നു വരാം. അങ്ങനെ അയാൾ ടെറസിൻ്റെ അവിടുന്ന് ഇവിടെ ക്യാഷിലേക്ക് മുട്ട് മടക്കി കുത്തി നടന്നു വന്നു. അപ്പോൾ എന്നെ നോക്കി ലോഹി. ഞാൻ വന്നു, അതിൽ വല്ല അത്ഭുതങ്ങളൊന്നുമില്ല, ഒരാൾ നടന്നു വരുന്നു. ലോഹി മുമ്പൊരു കാര്യം തിരിച്ച് നടത്താം, ഞങ്ങളുടെ മുന്നിൽ തിരിഞ്ഞ് നടക്കാൻ പറഞ്ഞു. ഇയാളുടെ ബാക്കാണ് ഞങ്ങൾക്ക് കാണാം. ആ നടന്ന വിഷ്വലാണ് എൻ്റെ മനസ്സിൽ ക്യാച്ച് ചെയ്തതും ലോഹിയുടെ മനസ്സിൽ ക്യാച്ച് ചെയ്തത്. കാരണം എനിക്ക് ചാലക്കുടി കൂടപ്പുഴയാണ് എൻ്റെ വീട്. നമ്മൾ ഒരുപാട് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരുപാട് ചെത്തുകാരെ എനിക്കറിയാം. ഇവർ ഈ കത്തിയിടുന്ന ഒരു മരത്തിൻ്റെ അതുണ്ട്, അത് ചെളിയുടെ ഒരു ചിരട്ടി ഉണ്ടാവും, ഒരു എല്ലുവേഷം പൊക്കിയിട്ടുണ്ടാവും. ഇതുമായിട്ട് ഇത് അരയിൽ വെച്ച് കിട്ടിയിട്ടുണ്ടാവും. ഇത് നടക്കുമ്പോൾ ഈ ബാക്കിലെ നിതംബത്തിനൊരു താളത്തിൻ്റെ വ്യത്യാസമുണ്ട്. സാധാരണ നടക്കുന്ന പുരുഷന്മാർ നടക്കുന്ന രീതിയിലായിരിക്കില്ല നടക്കുന്നത്. അത് കൃത്യമായിട്ട് മണി അവിടെ കാണിച്ചു എന്നുള്ളതാണ്. അറിയിക്കാന്ന് പറഞ്ഞ് വിട്ടു. ലോഹി പറഞ്ഞു ഇതാണ് നമ്മുടെ ചിത്താര രാജപ്പൻ, ഇനി ഒരു മാറ്റമില്ല. അങ്ങനെയാണ് സലാം എന്നുള്ള സിനിമയിലാണ് ചിത്തുകാരൻ രാജപ്പനായിട്ട് വരുന്നത്. പിന്നീട് മണി പറഞ്ഞു ഇയാളും തെങ്ങിന് മുകളിൽ കയറ്റി, ആദ്യത്തെ ദിവസം തെങ്ങിന് മുകളിൽ കയറ്റിയിട്ട് ഒരു പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമ എന്തോ എല്ലാവരും ഭാഗ്യം എന്ന് പറയുന്ന സലാം എന്നുള്ള സിനിമ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. 125 ദിവസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഓടി. അതിൽ വന്ന് ദിലീപ് അടക്കം, മഞ്ജു വാര്യരടക്കം, മനോജ് കെനിയാനടക്കം, കലാഭവൻ മണി അടക്കം, ഞാനടക്കമുള്ള ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ആ സിനിമയുടെ ഭാഗ്യം. ഞാനിവിടെ ഇത്രയും സന്ദർഭം പറഞ്ഞ് വേറെ കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ട്, മെമ്മറീസ് ഫ്രീ എന്നാണ് വേണ്ടിയിട്ടിരിക്കുന്ന പേര്. മണിയുടെ ഓർമ്മകൾക്ക് അങ്ങനെ ഒരു ഫ്രെയിമിൽ തളച്ചിടുക എന്ന് പറയുന്നത് ഓർമ്മകൾക്ക് എല്ലാവർക്കും സാധിച്ചെന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജോബിക്കായാലും ബിജുനായാലും ഇവിടെ ഇരിക്കുന്ന സുബ്രഹ്മാഷായാലും എല്ലാവർക്കും. പക്ഷെ അത് ആ ഫ്രെയിമിനുള്ള ഒതുക്കാൻ ഒരു സ്വകാര്യ അഹങ്കാരമുള്ള ഒരാൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ജോമനൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഒരുപാട് പ്രാവശ്യം ഒരു മാസം എന്നെ വിളിച്ചിരുന്നു. ഈ കഴിഞ്ഞ എൻ്റെ 2018 വെള്ളപ്പൊക്കത്തിൽ എൻ്റെ ആൽബങ്ങൾ എൻ്റെ വീട്ടിൽ 22 ആൽബം ഉണ്ടായിരുന്നു. സിനിമയുടെ 2 ആൽബം, ബാക്കിയൊക്കെ പേഴ്സണലായിട്ട് അതൊക്കെ വെള്ളത്തിൽ പോവുകയും ഒക്കെ വാഷൗട്ട് ഒരു വൈറ്റായി പോയി. അതിലുണ്ടായിരുന്നു സലാപത്തിൻ്റെ ലൊക്കേഷനിലെ സ്റ്റൈലുകൾ, ഈ സിനിമയിലെ സ്റ്റൈലല്ല സംസാരിക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഞാൻ ജോമനോട് പറഞ്ഞു എൻ്റെ കയ്യിലില്ല. കിരീട് ഉണ്ണിയോട് വെച്ചു, കിരീട് ഉണ്ണിയുടെ കയ്യിലും ഇല്ല. പിന്നെ ജോമൻ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്റ്റില്ലും ജോമൻ്റെ കഷ്ടപ്പാടിൻ്റെ വിയർപ്പുണ്ട്. അങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുറച്ച് ഫോട്ടോകൾ കുറവാണ്, എന്നാൽ പോലും ചെറിയ സമയം കൊണ്ട് ഇത്രയും ഗംഭീര ഒരു കലാമണി എന്ന് പറയുന്ന ഒരു കലാകാരനോടോ മനുഷ്യസ്നേഹിയോടോ ഉള്ള ഇഷ്ടവും ആരാധനയുമാണ് ജോമനെ പ്രേരിപ്പിച്ചത്. ആ ജോമൻ്റെ ഒരു ഉദ്യമത്തിന് സപ്പോർട്ട് ചെയ്ത സുരേഷ് മുട്ടത്തിയും ഇവിടെ കൂടിയിരുന്ന എല്ലാവരും ഉണ്ട്, എല്ലാ കലാകാരന്മാരുണ്ട്. അപ്പോൾ ഞാനിവിടെ 4:45 അപ്പോഴേക്കും ഫ്രെയിം പൊട്ടിച്ച് വെക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തം ഇത് കണ്ടു. പല നല്ല സിനിമകളുടെയും സ്റ്റിൽസ് ഇല്ല, പക്ഷെ ഉള്ളത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്ന ചോലയ്ക്കും അതിൻ്റെ നെടുനായകത്വം വഹിക്കുന്ന ജോമോനും സുരേഷും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ വലിയൊരു കലാകാരനായ കലാമണിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ഉദ്യമം, ഈ ഷോ അല്ലെങ്കിൽ ഈ ആർട്ട് ഗാലറി, ഈ ആർട്ട് എക്സിബിഷൻ 10 ദിവസം നീണ്ടുനിന്നാണ്. 5 മുതൽ 15 വരെയാണ്. എല്ലാവരും ഒന്ന് കാണട്ടെ എന്നും വലിയൊരു വിജയമാവട്ടെ എന്നും ആശംസിക്കുന്നു. അതോടൊപ്പം അടുത്ത കൊല്ലം കുറച്ചുകൂടി ഫോട്ടോകൾ സംഘടിപ്പിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ നടത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരും അനുഭവത്തോടുകൂടി വലിയ കലാകാരൻ്റെ ആത്മാവിന് ആദരവ് അർപ്പിച്ചുകൊണ്ട് ഞാനത് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.